ഒറ്റയ്ക്ക് വന്നവനും ഒറ്റയ്ക്ക് വഴിവിട്ടു വന്നവനുമൊക്കെ സിനിമയിൽ ഹീറോയാണ്. പക്ഷെ യഥാർത്ഥ ജീവിതത്തിലാകട്ടെ ഒറ്റയ്ക്കാകുന്നത് ഇഷ്ടപ്പെടുന്നവരല്ല ഭൂരിഭാഗം ആളുകളും. കൂടെ ആരുമില്ലെന്നോർത്ത് വിഷമിക്കുന്നവർ നിരവധിയാണ്. എന്നാൽ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ച് ഇനി നിങ്ങൾ സങ്കടപ്പെടേണ്ട. ഒറ്റയ്ക്കിരിക്കുന്നതിന് ഒട്ടേറെ ഗുണങ്ങളുണ്ട്. അതെ, ഗുണമുണ്ട്. ഒറ്റയ്ക്ക് കിടക്കുന്നതിൽ ഗുണമുണ്ട്. അതിൽ സ്വന്തം തീരുമാനങ്ങൾ നമ്മുടെ തീരുമാനങ്ങളാവും. നമുക്കത് നമ്മുടേതായിട്ട് ചിട്ടകളൊക്കെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് വിശ്വസിച്ച ആൾക്കാർ നമ്മളെയൊക്കെ വേണ്ടാന്ന് പറയുമ്പോൾ അവഗണിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒറ്റയ്ക്കായി പോകുന്നതിൻ്റെ ഫീലിംഗ് ഉണ്ടാകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് മുന്നിൽ കൂട്ടിയേ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് നമ്മളിപ്പോൾ തനിച്ചാവേണ്ട സന്ദർഭമുണ്ട്. എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് കിടന്നിട്ടുണ്ടായി. അയൽവക്കക്കാരും ബന്ധുക്കളൊക്കെ കുറച്ച് പ്രായം കഴിയുമ്പോൾ ആരെങ്കിലും നമ്മളെടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ സ്വയം നടന്നു തന്നെയാണ് പഠിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഒറ്റപ്പെടുന്ന ഒന്നാമത്തെ സാഹചര്യം. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ ആരെയും വിശ്വസിക്കാൻ പാടില്ല. കാരണം നമ്മൾ 2025 തുടങ്ങിയിട്ട് ഈ ജൂൺ മാസം വരെയുള്ള കണക്കുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ പരിചിതരമായിട്ടുള്ള വ്യക്തികളായിട്ടായിരിക്കും. ഒരു അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, മകനായിരിക്കാം, മകൾ, മുത്തശ്ശി, മുത്തശ്ശൻ, കൊച്ചുമകൻ, പേരക്കുട്ടി, സുഹൃത്തുക്കൾ, സഹപാഠികൾ, അയൽവക്കക്കാർ, അങ്ങനെ ഒരുപാട്. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ നമ്മളെങ്ങനെയൊക്കെ എത്ര ആളുകൾക്ക് ബന്ധമുണ്ടോ, ഏത് തരത്തിലാണ് ആളുകളിൽ നിന്നാണ് അറ്റാക്കുകൾ വന്നിട്ടുള്ളത്, ആക്രമണങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കുക നല്ലത് തന്നെയാണ്. അപ്പോൾ ഒന്ന് കരുതിയിരിക്കുക നല്ലതാണ്. ഒറ്റയ്ക്കായിരുന്ന പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാൻ പോയത് നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ്, യാത്രകൾ പോകാം, അതുപോലെ നിങ്ങളുടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും തീർച്ചയായിട്ടും ലൈഫ് നന്നായിട്ട്. മെയിനായിട്ട് വേണ്ടത് പണം മാത്രമാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ആരെയും അങ്ങനെ ഒരുപാട് വിശ്വസിച്ച് പോകരുത്. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരുപാട് നമ്മൾ അടുത്തറിയുന്ന ആൾക്കാരായിരിക്കും നമ്മൾ ചതിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒറ്റയ്ക്കായാലും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്.